തിരുവനന്തപുരത്ത് നടുറോഡിൽ കെഎസ്ആർടിസി ബസ് തടഞ്ഞ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ബസ് ഡ്രൈവർ യേതു നൽകിയ പരാതിയിലാണ് നടപടി. അതേസമയം ഡ്രൈവർക്കെതിരെ കേസെടുത്ത പോലീസ് മേയറെയും എംഎൽഎയും സംരക്ഷിച്ചത് ഇരട്ട നീതിയാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി. മെമ്മറി കാർഡ് തിരച്ചിൽ വെറും നാടകമായിരുന്നുവെന്ന് കെഎസ്ആർടിസിയിലെ UDF അനുകൂല സംഘടനയും ആരോപിച്ചു. നടുറോഡിൽ ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് കെഎസ്ആർടിസി ഡ്രൈവറായിരുന്ന യദു നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിരുന്നില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ലഭിച്ച സമാന പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവായത്. ബസ്സിൽ CCTV ഇല്ലെന്ന് ആദ്യം പറഞ്ഞ കെഎസ്ആർടിസി പിന്നീട് ഉണ്ടെന്ന് സമ്മതിക്കുകയും മെമ്മറി കാർഡ് മുക്കുകയും ചെയ്തത് CPM നേതാക്കളെ സംരക്ഷിക്കാനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ MLA സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന വാദം മേയർ നിഷേധിച്ചെങ്കിലും A. റഹീം MP പോലും ഇത് സമ്മതിക്കുകയും ചെയ്തു. ബസ് കണ്ടക്ടർ തന്നെ ഫോണിൽ വിളിച്ച കാര്യവും റഹീം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാള് ഈ കണ്ടക്ടറിനെ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടക്ടറിനെ വിളിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇവളുടെ മെൻ്റൽ ട്രോമ മനസ്സിലായി. അപ്പം ഞാൻ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാതെയാണ് ഇയാളെന്നെ വിളിച്ചത്. അർദ്ധരാത്രിയിൽ ഒരാൾ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ വിളിച്ച് ഈ കാര്യം അവരോട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പോൾ ആര്യപ്പോഴത്തന്നെ എന്നോട് പറഞ്ഞു ഞാനത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. മേയറെയും MLAയും രക്ഷിക്കാനുള്ള മെമ്മറി കാർഡിന്റെ തെരച്ചിൽ നാടകമാണ് അരങ്ങേറിയതെന്ന് കെഎസ്ആർടിസിയിലെ UDF സംഘടനയായ TDF വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLAയും കുറ്റപ്പെടുത്തി. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട മേയറുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരാതി കിട്ടിയിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് DGP തയ്യാറാകണം. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മേയറെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫിന്റെ ആരോപണം. യൂത്ത് അലേർട്ട് എന്ന ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. ആ പരിപാടിയിൽ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് A. റഹീം, അതുപോലെ തന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് തുടങ്ങിയവർ പങ്കെടുക്കും. KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിലും കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.